അപ്പോൾ നമ്മുടെ ചാക്കോ സാറുടെ 27 ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 9 വരെയാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇടണമെന്ന് നമ്മുടെ കബീർക്ക പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കബീർക്കനെ തോന്നുന്നു നമ്മുടെ ലൈവിൽ വന്ന് പറഞ്ഞതാണ്. എന്തുകൊണ്ട് ബാക്കിയൊന്നും ഇടുന്നില്ലേ, അതിനൊന്നും നിനക്ക് ഉത്തരമില്ലേ എന്നാണ് ഇവർ വിചാരിക്കുന്നുണ്ടാവുക. എന്തായാലും നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ ആ ഒരു 27 ചോദ്യങ്ങളും കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ എങ്ങനെയെങ്കിലും ആ ഒരു ശ്രമം നടത്താമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് കമ്പനിയുടെ 10ാമത്തെ ചോദ്യം, കമ്പനിയുടെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും കമ്പനിയുടെ ഓവർ കോൺഫിഡൻസ് ആണോ ഇപ്പോൾ വരാനുണ്ടായിരുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്നാണ് ആ ഒരു 10ാമത്തെ ചോദ്യം. അപ്പോൾ അതിന് ചാക്കോ സാറ് മറുപടി പറയുന്നത് ഓവർ കോൺഫിഡൻസ് അല്ല, ഇങ്ങനെ വലിയ വലിയ കമ്പനിയൊക്കെ ആകുമ്പോൾ പരാതികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനുള്ള മറുപടി നമ്മൾ കോടതിയിൽ കൊടുക്കും, ഇനിയും പരാതികളുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിനെയൊക്കെ കോടതിയിൽ അതൊക്കെ തെളിയിച്ച് പുറത്തു വരും എന്നുള്ളതാണ് ചാക്കോ സാറുടെ ന്യായീകരണം. എന്നാൽ കഴിഞ്ഞ നവംബർ മാസം ഉണ്ടായ ഒരു സൂം മീറ്റിങ്ങിൽ തന്നെ നമ്മുടെ KD പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അമേരിക്കൻ ബൈനറി സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും പരാജയപ്പെട്ട ഒരു മോഡലാണെന്നും എന്തുകൊണ്ടാണ് ഇത് ഇത്രയും കാലം നിലനിൽക്കുന്നത് എന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്നും. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് കഴിഞ്ഞ മാർച്ചിൽ തന്നെ കഴിഞ്ഞ ജൂലൈയിൽ വരികയും അതിനുശേഷം അതിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ കമ്പനി നല്ല രീതിയിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എന്താണ്, ഒന്നും ചെയ്യാനില്ല അല്ലേ. അപ്പോൾ അത് നടപടി വരുമ്പോൾ പൂട്ടിക്കെട്ടി പോവുക എന്നത് മാത്രമാണ് ഇവരുടെ പരിപാടിയെന്ന് ഇപ്പോൾ നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇവരുടെ പേരിൽ ഒരു വാടക വീടിൻ്റെ ഒരു കരാറ് പോലും ഉണ്ടാക്കാത്തത്, ഇവരുടെ പേരിൽ സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടാത്തത്, ഇവരുടെ പേരിൽ കാറുകൾ ഇല്ലാത്തതിൻ്റെ അല്ലെങ്കിൽ സ്വന്തമായി വീടില്ലാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ബഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ വരികയെന്നും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ സ്വത്തുവകകൾ സർക്കാർ കണ്ടുകെട്ടുമെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ഇത്തരം കാര്യങ്ങളൊക്കെ നീക്കിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള പൈസ അപ്പാടെ വിഡ്രോ ചെയ്യുകയും അത് മറ്റിടങ്ങളിൽ ബിനാമി പേരുകളിൽ മാറ്റുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരിക്കലും ഓവർ കോൺഫിഡൻസ് ആയിരുന്നില്ല, ഭയപ്പാടായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഓവർ കോൺഫിഡൻസ് കാരണമാണ് ഇപ്പോൾ കോടതി പറഞ്ഞിട്ട് EDയുടെ മുന്നിൽ പോയത് എന്ന്. ഒരിക്കലുമല്ല. ഇവർ മാക്സിമം ഇത് തള്ളി നീക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ അവസാനം കോടതിയിൽ നിന്ന് കടുത്ത പരാമർശം ഉണ്ടായപ്പോൾ ഒരു ദിവസം നീട്ടിവെച്ചു. അപ്പോൾ വക്കീലിനോട് പറഞ്ഞു എപ്പോഴാണ് ഇവർക്ക് ഹാജരാകാൻ സാധിക്കുക എന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം വക്കീൽ അതിന് ഉത്തരം നൽകാൻ പറ്റിയില്ല. അപ്പോൾ പറഞ്ഞു അടുത്ത ദിവസം മാറ്റിവെച്ചു. അടുത്ത ദിവസം ഇവർ പറഞ്ഞു 19-ാം തീയതി ഹാജരാകുമെന്ന് ഗതിയില്ലാതെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇവർക്ക് കാണിക്കാൻ രേഖയുണ്ടായിരുന്നെങ്കിൽ, ഇവർ നിയമപരമായിട്ടുള്ള ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ, ഇവരുടെ കമ്പനിയുടെ അക്കൗണ്ട്സുകളൊക്കെ പക്കയായിരുന്നെങ്കിൽ ഇവർക്ക് ED സെർച്ചിന് വന്ന സമയത്ത് തന്നെ അതൊക്കെ എടുത്ത് നിരത്തിയിട്ട് ഇവർക്ക് അവിടെ വിലസാമായിരുന്നു അല്ലേ. നമ്മുടെ ചില BGM ഒക്കെ ഇട്ടിട്ട് നടന്നു പോകുന്നതും ഒക്കെയുള്ള സംഭവങ്ങൾ. അപ്പോൾ കോടതിയിൽ കീഴടങ്ങാൻ വരുമ്പോൾ പോലും BGM ഇട്ട് ആഘോഷിച്ച ലീഡർമാരാണ് നമുക്കുള്ളത്. അപ്പോൾ അതാണ് കാരണം. ഒരിക്കലും ഇവർ ഓവർ കോൺഫിഡൻറ്റ് ആയിരുന്നില്ല. ഇവർക്ക് അറിയാമായിരുന്നു ഇത് പിടിക്കപ്പെടുമെന്ന്. അപ്പോൾ ഇതുപോലെയുള്ള തട്ടിപ്പുകൾ നടത്തി പിടിക്കപ്പെട്ട ഒരാളാണ് KD പ്രതാപൻ എന്ന വ്യക്തി. അതുകൊണ്ട് ആ സമയത്ത് എങ്ങനെയാണോ പിടിക്കപ്പെട്ടത് അത് ആവർത്തിക്കാതെ അതിനേക്കാൾ മുകളിലുള്ള കാര്യങ്ങൾ ചിന്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെങ്കിൽ പിടി വന്നു, പല ഭാഗത്തു നിന്നും പിടി വന്നു. അപ്പോൾ അങ്ങനെയാണ് പെട്ടുപോയത് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ കോടതിയിൽ വാദിക്കാനുണ്ടായിരുന്നുവെങ്കിൽ കോടതിയിൽ കേസ്
കൊടുത്തിട്ട് നീട്ടിവെക്കാൻ ഒരിക്കലും പറയുമായിരുന്നില്ല. അപ്പോൾ വാദിക്കാനുണ്ടെങ്കിൽ ഇന്ന് തന്നെ വാദം കേൾക്കണമെന്നും അടിയന്തരമായി വാദം കേൾക്കണമെന്നും നമുക്ക് ഇടക്കാല ഉത്തരവ് വേണമെന്നും പറയാൻ സാധിക്കുമായിരുന്നു. അത്രയും പ്രഗത്ഭരായ വക്കീലന്മാരെയായിരുന്നു ഇവർ. സീനിയറായ വക്കീലിനെയാണ് ഇറക്കിയിരുന്നത്. പക്ഷേങ്കിൽ ആ പൈസ പോയി എന്നല്ലാതെ എന്ത് കാര്യം? അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ ചാക്കോ സാർ ന്യായീകരണ വീഡിയോയുമായി ഇറങ്ങുന്നില്ല എന്ന് കബീറിനെ പോലെയുള്ള ആൾക്കാർ അന്വേഷിക്കേണ്ടതുണ്ട്. നമുക്കതിൻ്റെ ഉത്തരം അറിയാം, പക്ഷേ നിങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. എവിടെ അയൂബ് ഖാൻ എവിടെ പോയി എന്നും ഇതുപോലെയുള്ള ചാക്കോ സാർ എവിടെ പോയെന്നും പിന്നെ എൽറോൺ മീഡിയ വേറെ ഒരു തോമസ്, നമ്മുടെ കാട്ടിലെ കള്ളനായ ജിനിൽ, പ്രമീള സേവ്യർ, അങ്ങനെ പല പല നേതാക്കന്മാരും എന്തുകൊണ്ടിപ്പം മൗനം പാലിക്കുന്നുവെന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇവരെ ന്യായപരമായ എല്ലാ രേഖകളുമില്ല ബിസിനസ്സാണ് നടത്തുന്നതെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് ഇതൊന്നും വിളിച്ചു പറയാൻ ഇപ്പോൾ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ അന്വേഷിക്കണം. കൂടുതലൊന്നുമില്ല. ബൈ. നമുക്ക് അടുത്ത ചോദ്യം എന്തായാലും ഇന്ന് തന്നെ നോക്കാം. ബൈ.